ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും അതേപോലെ തന്നെ അമലും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അമല് ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനി അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവനെ കണ്ടെത്താൻ വേണ്ടിയാണല്ലോ കിരണും അതേപോലെ തന്നെ വേലുവും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനെ കുത്തി മലർത്തണമെന്നാണ് വേലുവിന്റെ വാശി. അതുകൊണ്ട് അതെല്ലാം പൂർത്തിയാക്കിയിട്ട് അവർ തിരിച്ചു വരുവുള്ളൂ. എല്ലാം കേട്ട് അമലുവിനാകെ പേടി തോന്നുകയാണ്. ചേച്ചി എന്തായാലും ഞാൻ ചേച്ചിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, കിരണേട്ടനൊക്കെ തിരിച്ചു വരട്ടെ, അതിനുശേഷം എനിക്ക് ഇനി എന്തെങ്കിലും മതി, അവർ വരാതെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അമലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയാണ്. അപ്പം ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരനും കൂടി ഒരേതോ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഗംഗാപ്രസാദ് പറയുന്നുണ്ട്, എടാ വിശന്നിട്ട് ഒരു രക്ഷയില്ലല്ലോടാ, എടാ ഭക്ഷണം മേടിക്കാൻ പോയവൻ തിരിച്ചിങ്ങോട്ട് വന്നില്ലല്ലോ, ഷോ എനിക്കാണെങ്കിൽ കണ്ണും കാണുന്നില്ല, ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരനാണെങ്കിൽ, എടാ എങ്കിലേ നമുക്ക് മീൻ പിടിച്ചാലോ, മീൻ പിടിച്ചിട്ട് തീയണ്ടല്ലോ, നമുക്ക് ചുട്ട് തിന്നാം. എടാ എന്തെങ്കിലും പരാലോ അതൊക്കെ അല്ലേ കിട്ടാൻ പോകുന്നത്, കുഞ്ഞി മീനുകളെ, അതൊക്കെ തിന്നാൽ വിശപ്പ് മാറോ? അതൊന്നും വിശപ്പ് മാറില്ല. ഇവിടെ കുറച്ച് കരിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, അതിൻ്റെ കൂടെ കപ്പയും ചുട്ടെടുത്ത് കരിക്കും കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജി ആയിരിക്കും, അങ്ങനെയായി നല്ല സൂപ്പർ ആയിരിക്കും അതൊക്കെ പറയാണ്. അത് നീ പറഞ്ഞ ഐഡിയ നല്ല തന്നെയാടാ, ഈ കപ്പയും കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് തെമ്പായിട്ട് നമുക്ക് നിൽക്കുക തന്നെ ചെയ്യാം. പക്ഷേ കപ്പ ഏതെങ്കിലും വീടിൻ്റെ പരിസരത്ത് ഉണ്ടാകും, ഏതെങ്കിലും വീട്ടിലൊക്കെ കപ്പയൊക്കെ നട്ടിട്ടുണ്ടാവുമല്ലോ, പിന്നെ മതിൽ ചാടി തെങ്ങി കയറി കുറച്ച് കരിക്ക് കൂട്ട് കുടിക്കാം, അതിനൊന്നും വലിയ പ്രയാസം ഉണ്ടാവില്ല. എങ്കിലേ നമുക്ക് ആ ഒരു വഴി പ്രതീക്ഷിക്കാടാ, പക്ഷെ സൂക്ഷിക്കണം, കാരണം കിരണൊക്കെ രണ്ടും കൽപ്പിച്ചാണ്, അവരെ നമ്മളെ പൊക്കുമെന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും, നമ്മളെ എവിടെ വെച്ച് കണ്ടാലും അവർ പിടിക്കും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ എനിക്കറിയാടാ. കണ്ടോ, ഇപ്പം തന്നെ പോലീസ് വണ്ടി പോയതേ ഉള്ളൂ, നമ്മളെ തിരഞ്ഞ് തന്നെയായിരിക്കും നടക്കുന്നത്, നമ്മളിപ്പോൾ പിടികിട്ടാ പുള്ളിയല്ലേ, എത്ര കൊലപാതകമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പോലീസുകാർ നമ്മളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. പിന്നെ കൂടുതൽ പേടിക്കേണ്ടത് ആ കിരണിനെ തന്നെയാണ്. പോലീസുകാരെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ കിരൺ അവൻ ഉറക്കൊഴിഞ്ഞായിരിക്കുള്ളൂ നിൽക്കുന്നത് നമ്മളെ പിടിക്കാൻ. അവൻ്റെ കുടുംബത്തും കയറി അവൻ്റെ അമ്മായിയമ്മയെ തീർത്തതാണ് ഞാൻ. അപ്പം പിന്നെ അവൻ എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വിടടാ, നമ്മളെയൊന്നും ഒരിക്കലും ആരും പിടിക്കാനൊന്നും പോകുന്നില്ല, അവരുടെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ആ കാർത്തികയുടെ അമ്മയുടെയും. അതേടാ, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ എൻ്റെ പെണ്ണിനെ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് നടക്കില്ലെന്ന് പറയാം. ഉവ്വ, അതിപ്പം തന്നെ നടന്നു തന്നെ, അങ്ങോട്ട് ചെന്നാൽ മതി നിൻ്റെ പെണ്ണിനെ കാണാനായിട്ട്. എനിക്കറിയാം, എന്നാലും അവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നടാ, അതുകൊണ്ട് ഒരു സങ്കടം, അവളെ കാണണമെന്നും അവളോട് സംസാരിക്കണമെന്നും. ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, പോലീസുകാരനെ എപ്പോഴാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് വെടിവെച്ച് വീഴ്ത്തുന്നത്, കിരൺ രണ്ടും കൽപ്പിച്ച് നടക്കുന്നത്, അവൻ വല്ല കത്തിയെടുത്ത് എന്നെ കുത്തിക്കഴിഞ്ഞാൽ തീർന്നല്ലോടാ. പക്ഷേ എൻ്റെ പെണ്ണിനെ എനിക്ക് കാണാൻ പറ്റാത്തതിൽ വളരെയേറെ സങ്കടമുണ്ടെന്നും പറയണം. അതൊക്കെ വിട്, എല്ലാം ശരിയാകും, നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുക, അതുമാത്രമാണല്ലോ ഒന്നാമതായിട്ട് നിൽക്കുന്നത്. ഇനി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അതേടാ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് മാത്രം. എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗംഗാപ്രസാദ്. അപ്പം രണ്ടും കൽപ്പിച്ചാണ്, ഏതായാലും ഭക്ഷണം കൊണ്ടുവരണം, അല്ലാതെ ഇവിടെ പട്ടിണി കിടന്ന് ചാവാനൊന്നും പറ്റില്ലല്ലോ. നിനക്ക് നീന്താൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നീന്താൻ അറിയുമെങ്കിലേ നമുക്ക് നീന്തി അക്കരെ വല്ല പറമ്പോ ഉണ്ടോ നോക്കാം നിൽക്കാനായിട്ട്. അത് വേണ്ട, അത് റിസ്ക് ആണ്, നമുക്ക് ഇവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഏതായാലും ബൈക്ക് ഉണ്ടല്ലോ, ബൈക്കിലൊക്കെ ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ നടന്നു പോകാം. നടന്നു പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം, എന്താണ് ഏതാണെന്നൊക്കെ. പിന്നെ ഭക്ഷണം കിട്ടുമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ കയറി കപ്പയോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ച് നമുക്ക് തിന്നാടാ, അല്ലാതെ അക്കരെ കടന്നു പോകുന്നത് അത് വലിയ റിസ്ക് തന്നെയാണ്. നമ്മളെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അത് നീ പറഞ്ഞ സത്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടും കൽപ്പിച്ച് അങ്ങ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയും അതേപോലെ തന്നെ രാഹുലിനെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്, നാട്ടിൽ എന്ത് നടക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, ഇനി കാർത്തികയുടെ കല്യാണം മുടങ്ങിയോ എന്നൊന്നും ഒരു ചിന്തയില്ല. പക്ഷേ നമ്മുടെ ബഗാസുരൻ്റെ മനസ്സിലാണെങ്കിൽ സരയു മനോഹറെ തീർത്തിട്ടുണ്ടാവോ എന്നൊക്കെയാണ് ഒരു ചിന്ത. അപ്പോൾ ഇങ്ങനെ ഈ ബഗാസുരൻ പറയാണ്, എനിക്ക് സരയുവിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു മനസമാധാനം ഇല്ലടാ, എന്തായി ഏതായോ, മനോഹറിനെ പിടികൂടി അല്ലെങ്കിൽ മനോഹറിനെ കണ്ടോ അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല, അവളെന്താ പിന്നെ എന്നെ കാണാനായിട്ട് വരാതിരുന്നത്, ഇനി എന്ത് ചെയ്യും, ഒരു എത്തുംപിടിയും കിട്ടുന്നില്ലല്ലോ. അതെ എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് അതിനെക്കുറിച്ചൊന്നല്ല ചിന്ത, എനിക്ക് ആ കാർത്തിയെക്കുറിച്ച് മാത്രമേ ഉള്ളൂ,
അവളോ അവളുടെ അമ്മയെയും തീർക്കണം, അതുമാത്രം കല്യാണം മുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ എടാ എൻ്റെ മനസ്സിൽ മുഴുവനും ആ മനോഹർ അവനെ തീർക്കണമെന്ന് മാത്രമാണ്. അല്ല, അതൊക്കെ ചേട്ടൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. ദേ എന്തിനാണ് ആ സരയുവിനെ കിരണിനെ കൊണ്ട് തന്നെ കെട്ടിക്കായിരുന്നില്ലേ? അപ്പൊ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ആ കല്യാണി അവിടെ കയറി പറ്റി. ചേട്ടനറിയാലോ, കല്യാണി ആ കമ്പനിയിൽ പാല് വിൽക്കാൻ പോയിരുന്നേച്ചവളാണ്. എന്നിട്ട് അവളെ കെട്ടി ഇവിടെ ഇപ്പൊ രാജകുമാരിയെ പോലെ വാഴിച്ചിരിക്കുന്നു. ഇതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ് ചേട്ടാ? എടാ അവൻ വീണതേ അവളുടെ പാചകത്തിലാ. അവൾ നന്നായി ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ അവളുടെ വലയിൽ വീഴുകയും ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അമ്മൂമ്മയ്ക്ക് തന്നെയാണ്. എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നാണ് അവൾ നന്നായിട്ട് പാചകം പഠിച്ചത്. അതുകൊണ്ട് അതേ രീതിയിൽ നല്ല അടിപൊളി ടേസ്റ്റോടെ ഉണ്ടാക്കും. കുറ്റം പറയരുതല്ലോ. ദേ അവൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അടിപൊളിയാണെന്നൊക്കെ വിക്രം പറയാണ് കല്യാണിയെക്കുറിച്ച്. പക്ഷേ അവളെ തീർക്കണമെന്നായിരുന്നു എൻ്റെ മനസ്സിലെ ആദ്യത്തെ ആഗ്രഹം. അവളിപ്പോ നല്ല നിലയിൽ ജീവിക്കുന്നു. എൻ്റെ അച്ഛന് പെൺമക്കൾ എന്ന് പറഞ്ഞ അരിശുമായിരുന്നു. എന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. പക്ഷേ ഇപ്പൊ പെൺമക്കൾക്ക് വേണ്ടി ചാകാൻ വേണ്ടി നടക്കുകയാണ് എൻ്റെ അച്ഛൻ എന്ന് വിക്രമൊക്കെ പറയാണ്. അതിന് കാരണക്കാരൻ നീ തന്നെയാണ്. നീയല്ലേ ഓരോ കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയല്ല സംഭവിച്ചത്. എങ്ങനെയല്ല സംഭവിച്ചെന്ന്? പിന്നെ കല്യാണിയൊക്കെ നല്ല ജീവിതം ജീവിക്കുമ്പോൾ അവളെയൊക്കെ ഞാൻ വെറുതെ വിടണമെന്നാണോ? ഒരിക്കലുമില്ല. പല പ്രാവശ്യം അവളെ ഞാൻ തീർക്കാനായിട്ട് നോക്കി. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, അവള് രാജകുമാരിയെ പോലെ വാഴുന്നു. അവൾക്ക് ഇപ്പോൾ ആരെയും പേടിയില്ല. കിരണാണ് എല്ലാത്തിനും സപ്പോർട്ട്. നിങ്ങളെ സരയിനെ കൊണ്ട് അത് കെട്ടിച്ചിരുന്നെങ്കിലേ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കാണ് തലവേദന. ഞാൻ ആലോചിക്കുന്നതേ ഇപ്പം അതിനെക്കുറിച്ചല്ല, ഗംഗേട്ടനെ കുറിച്ചാണ്. ഗംഗേട്ടൻ നാട്ടിൽ പോയി ആ കല്യാണം മുടക്കിയിട്ടുണ്ടാവോ? ആ കല്യാണം മുടക്കിയെന്നുള്ള വാർത്ത എൻ്റെ ചെവിയിൽ കിട്ടിയാൽ മതി. അതോടെ എനിക്ക് ആശ്വാസമായി. ഗംഗേട്ടൻ അത് ചെയ്യും. കാർത്തികയുടെ അമ്മയെയും കൊല്ലണമെന്നും പറഞ്ഞുകൊണ്ട് വാശിയോടെ നിൽക്കുകയാണ് ഗംഗേട്ടൻ. അപ്പോൾ അതല്ല, അതിനപ്പുറം ചെയ്തു കൂട്ടും എന്നൊക്കെ വിക്രം പറയാ. ഏതായാലും അവൻ പോയിട്ടുണ്ടല്ലോ, തിരിച്ചിങ്ങോട്ട് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പൊ ചോദിക്കാം എന്തായി ഏതാ എന്നൊക്കെ. നാട്ടിലെ വിവരമൊന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ലല്ലോ ചേട്ടാ. അതാണിപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിട്ട് നിൽക്കുന്നത് എന്നിവിടെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദിലീപിൻ്റെ അമ്മയാണ്. അപ്പോൾ ദിലീപിൻ്റെ അമ്മയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എടാ പിള്ളേരെ നിങ്ങളെങ്കിലും ഒന്ന് ദിലീപിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കടാ. എടാ ഈ കല്യാണം വേണ്ടെന്നൊന്നും നിങ്ങൾ പറയടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മേ, എന്തിനാ അമ്മ അങ്ങനെ പറയാൻ പറ്റില്ല. അവൻ്റെ മാനസികാവസ്ഥയും കൂടി മനസ്സിലാക്കുക. കാരണം ഈ കല്യാണം മുടക്കണമെന്നായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിലിരിപ്പ്. അതിനു വേണ്ടിയാണ് ഈ പ്രവർത്തികൾ മുഴുവനും ചെയ്തത്. അപ്പോൾ ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ പോകുന്നത് ആരാണ്? ഗംഗാപ്രസാദ് ആയിരിക്കും. അങ്ങനെ അവനെ ജയിക്കാൻ വിടണോ അമ്മേ? അമ്മ ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോഴേക്കും ദിലീപ് വന്നിട്ട് എടാ അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. അമ്മയോട് എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല. അമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മ? ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും ഞാൻ കാർത്തികയെ കല്യാണം കഴിച്ചിരിക്കും. ഈ കല്യാണം മുടങ്ങില്ല. പിന്നെ എന്നെ കുറച്ചു മുമ്പ് കിരൺ വിളിച്ചിരുന്നു. ആ കാർത്തികയുടെ അച്ഛൻ്റെ അവസ്ഥയെ വല്ലാത്തൊരവസ്ഥ തന്നെയാ. കാർത്തികയുടെ അച്ഛൻ്റെ അവസ്ഥ ഇതുവരെയും കാർത്തിക പോലും അറിഞ്ഞിട്ടില്ല. എന്താണ് മോനെ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. കാർത്തികയുടെ അച്ഛൻ ഓഡിറ്റോറിയത്തിൽ കാവല് കെട്ടിയിരിക്കുകയായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും ഓടി ഓടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാർത്തികയുടെ കല്യാണം മുടങ്ങിയെന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിന്റെ ചെവിയിൽ എത്തുന്നത്. അതോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇപ്പോഴേ ICUലാണെന്ന് പറയാ. ഇത് കേട്ട ഈ അമ്മ ആകെ ഞെട്ടിപ്പോണ്. എടേ മോനെ, എന്തൊക്കെയാണേ പറയുന്നത്? ICUലാ? അതേന്നേ, കാർത്തികയോടും കല്യാണിയോടൊന്നും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ പെൺമക്കളെ വെറുത്തിരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ഇപ്പൊ പെൺമക്കളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. മകനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഈ പ്രകാശൻ. പക്ഷേ ഇപ്പോ ആ അങ്കിള് ഈ വിക്രത്തെ ഒരുപാട് വെറുക്കുന്നുണ്ട് അമ്മേ. പക്ഷേ വിക്രമും ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷിക്കും. ഈ കല്യാണിയുടെ അച്ഛനെ എങ്ങനെയും രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ. ICUലാണ് പാവം. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് ഇനി മകളുടെ കല്യാണം നടക്കില്ല, ആ കല്യാണം മുടങ്ങിപ്പോയിന്നാ. അപ്പോൾ എല്ലാവരെയും തകർത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണ്ടമ്മേ. എന്തിനാ ഒരു കുടുംബം തകരാനായിട്ട് നമ്മളായിട്ട് കാത്തുകൂട്ടി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ പൊന്നു മോനെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. എടാ നമുക്കാരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും കഴിയില്ല. കള്ളത്തരത്തിലൂടെ നമ്മളൊന്നും നേടിയിട്ടുമില്ല, ഒളിഞ്ഞിരുന്ന് നമ്മളൊന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ അതേപോലെയല്ല ഗംഗാപ്രസാദ്, നമ്മളെപ്പോലെയല്ല.
അവൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും അവൻ്റെ ഉദ്ദേശം. അമ്മേ, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഗംഗാപ്രസാദ് കാരനാണ് അച്ഛൻ പോയതെന്നൊക്കെ നമ്മൾ പറയുന്നു. അതൊക്കെ ഓക്കെ. പക്ഷേ ഇനിയും അവൻ ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെന്ന് ആര് കണ്ടു? ഇനിയും നമ്മളെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഈ കല്യാണം മുടക്കാൻ വേണ്ടി. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അമ്മേ, എനിക്ക് കാർത്തികമായിട്ടുള്ള കല്യാണം നടന്നേ മതിയാവുള്ളൂ. അത് നടന്നില്ലെങ്കിൽ അവൻ ജയിച്ചു, നമ്മൾ തോറ്റ രീതിയിലായി പോവും. പിന്നെ ഈ കല്യാണം മുടക്കിയിട്ട് നമ്മളെല്ലാം വെറുതെ വിടുമെന്നാണോ? ഒരിക്കലുമില്ല. വീണ്ടും അവൻ ആ പ്രവൃത്തികൾ തന്നെ ചെയ്യും. ഇവിടെ എവിടെയോ അവൻ മറിഞ്ഞിരിക്കുന്നുണ്ട്. കിരണും ബാക്കിയുള്ളവരെല്ലാവരും അവൻ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലോ, കൂടെ പോലീസും ഉണ്ട് എന്നൊക്കെ പറയാം. അതുകൊണ്ട് അമ്മ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ ആകെ തലവേദന. എൻ്റെ ദൈവമേ, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇവനാണെങ്കിൽ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ പിന്തിരിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ കൂട്ടുകാരന്മാർ പറയണം, അതെ അമ്മേ, അവനെ പിന്തിരിപ്പിക്കണ്ട. അമ്മ ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് നോക്ക്. ഈ കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കും തോക്കാൻ പോകുന്ന, അവൻ ജയിക്കും. അവൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇവിടെ രാജാവായിട്ട് വാഴും. പക്ഷേ അവനെ കൊല്ലണ്ട നമുക്ക്. ഇനി ആർക്കും ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവനെ തീർക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് അമ്മേ. അമ്മ സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ദിലീപ് പുറത്തിറങ്ങി എന്തൊക്കെ ഇങ്ങനെ വോയിസ് ഇങ്ങനെ കേൾക്കുക. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അരിശ്യം വരികയാണ്. വേണ്ടി വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കൂട്ടുകാരന്മാർ നേരെ വരികയാണ്. എന്താ പ്രശ്നം? നീ എന്താ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴേക്കും, എടാ എനിക്കൊരു വോയിസ് വന്നു, നീ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ആ വോയിസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു അവിടെ വന്നിരിക്കുന്നത്. കാരണം ഗംഗാപ്രസാദിൻ്റെ വോയിസാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെങ്കിൽ പറയണേ, എടാ ദിലീപേ, നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? എന്നെ തോൽപ്പിച്ചുകൊണ്ട് ഇനിയും കല്യാണം നടത്താന്നോ? എടാ, ഇപ്പൊ നിന്റെ അച്ഛൻ മരിച്ചു, ഇനി നിന്റെ അമ്മയ്ക്ക് ചാവേറിടണോടാ. നിന്റെ അമ്മ തീരും. ഈ കല്യാണം ഇനിയും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയെ ഞാൻ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ വോയിസ് അവിടെ തീരുക. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ, അവൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൻ എവിടെയോ ഇരിക്കുന്നുണ്ടെന്നും പറയാണ്. എടാ ദിലീപേ, ഇനി പ്രശ്നമാകുമല്ലോടാ. എടാ, ഇതൊക്കെ അവൻ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാർത്തികയുടെ അമ്മയുടെയും വീടിന് ചുറ്റും ആയിരിക്കും അവനുണ്ടായിരിക്കുക. എന്നിട്ട് നമ്മളാണെങ്കിൽ അപ്പം ഇവിടെ അമ്മയെ സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുമല്ലോ. എന്നിട്ട് അവിടെ കയറി അവരെ തീർക്കാനുള്ള പരിപാടിയാ ഇവ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഈ വോയിസ് നമുക്ക് എത്രയും പെട്ടെന്ന് അറിയിക്കണം, പോലീസുകാർക്ക് തന്നെ അറിയിക്കണം. പക്ഷെ ഈ കാര്യം കാർത്തു അറിയണ്ട. കാർത്തു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ടെൻഷനാവും. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ അഴക്കേണ്ടവർക്ക് അഴക്കുക തന്നെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ആ വോയിസ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആ വോയിസ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, നമ്മൾ കണ്ടെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ വോയിസ് ഡിലീറ്റ് ചെയ്ത്. ഞാൻ അവനെ വിളിച്ചു നോക്കിയടാ, പക്ഷേ ആ നമ്പർ പരിധിക്ക് പുറത്താണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം നിലവിലില്ല എന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച അവനെ ഏതെങ്കിലും ആൾക്കാരുടെയും ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് ഇങ്ങനെ വോയിസ് വിട്ടതായിരിക്കും. എടാ, നമ്മ സൂക്ഷിക്കേണ്ടതുണ്ടാ. അവൻ എവിടെയോ വേഷം മറിഞ്ഞിരിക്കുന്നുണ്ട്. അവൻ വരട്ടെ. ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അവൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ കഴിയുന്ന ആ നിമിഷം ഞാൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടും. അത് മാറ്റിവെക്കുന്ന കാര്യമേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിലീപ് ഭയങ്കര വാശിപ്പുറത്താണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ്. അപ്പൊ കാർത്തിക ഭയങ്കര ദുഃഖിച്ചിരിക്കുക. ആ സമയത്താണ് കല്യാണി അങ്ങോട്ട് വരുന്നത്. അപ്പൊ കല്യാണിയോട് ചോദിക്കുകയാണ്, അച്ഛനെന്താ വരാത്തത്? അച്ഛനോട് ഇങ്ങോട്ട് പറയാൻ പാടില്ലായിരുന്നോ? എന്തിനാണ് അമ്പലച്ചോട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതൊന്നും സാരമില്ല ചേച്ചി, അച്ഛൻ്റെ മനസമാധാനത്തിന് വേണ്ടിയായിരിക്കും. അല്ല, സുഖമില്ലാത്ത മനുഷ്യനല്ലേ, അവിടെ കിടന്ന് ഉറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? ഉറങ്ങുമൊന്നുമില്ല അച്ഛൻ. ചേച്ചിയുടെ ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ മുഖത്ത് നോക്കാനായിട്ട് വല്ലാത്ത സങ്കടം തോന്നി. അതുകൊണ്ടാണ് അച്ഛൻ മറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അച്ഛൻ തിരിച്ചു വന്നോളും. കുറച്ചൊക്കെ മനസ്സ് തണുക്കുമ്പോഴത്തേക്കും ചേച്ചിയെ കാണാൻ വേണ്ടി വന്നോളും. അതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഗംഗാപ്രസാദിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലേ ചേച്ചി, ഇനി അവനെ പേടിച്ചിട്ട് ഈ കല്യാണം നടക്കാതിരിക്കരുത്. ഈ കല്യാണം നടക്കണം മോളെ. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാലോ, നമ്മൾ ഇത്ര സ്വാർത്ഥത ആവരുത്. നമ്മൾ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. എന്തിനാണ് ഇനി ദിലീപിൻ്റെ കുടുംബത്തെ നമ്മൾ ഇത്രയും ദ്രോഹിക്കുന്നത്? ചേച്ചി, നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ദിലീപേട്ടൻ തന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, പിന്നെ ചേച്ചി തന്നെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ സംസാരിക്കാം. പിന്നീട്
ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരനും കൂടി വരികയാണ്. അങ്ങനെ വന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്ന ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് തലയിൽ. എടാ നമുക്ക് ഈ വീടിന്റെ മതിൽ ചാടിയാലോ, നീ ആദ്യം ചാടിയിട്ട് വല്ല കരിക്കോ അല്ലെ കപ്പയോ ഉണ്ടോ നോക്ക്, എന്നിട്ട് നമുക്ക് അതുകൊണ്ട് രക്ഷപ്പെടാം. ശരിയടാ ഞാൻ എങ്കിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരൻ ആ മതിലിൽ അപ്പുറത്തേക്ക് ചാടുകയാണ്. അപ്പോഴാണ് ഏതായാലും ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദും മതിൽ ചാടാനായിട്ട് ശ്രമിക്കുക. ആ സമയത്താണ് ദാ വരുന്ന കിരണിന്റെ വണ്ടി വരികയാണ്. അപ്പോൾ കിരണും രതീഷും ഉണ്ട് അതില്. അപ്പോൾ കിരൺ പറയണ്ട, എടാ ഹെൽമെറ്റ് വെച്ച് ആരോ മതിൽ ചാടാനല്ലേ ഏട്ടാ ശ്രമിക്കുന്നത്. അതേല്ല കിരൺ സാറേ. അപ്പോൾ പെട്ടെന്ന് ഗംഗാപ്രസാദ് ഇവരെ കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചിട്ട് കിരൺ സാറേ വിട് വണ്ടി വിട്. അപ്പോഴത്തേക്ക് അവൻ മതിൽ ചാടി അവിടെ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ കിരണും അതേപോലെ തന്നെ ഈ രതീഷും കൂടി ഇവന്റെ പിന്നാലെ തന്നെ വണ്ടി ഓടിച്ച് പാഞ്ഞങ്ങോട്ട് ചെല്ലുകയാണ്. ഗംഗാപ്രസാദിനെ ഇപ്പം പിടിക്കും എന്ന രീതിയിൽ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.